Good afternoon, everyone. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Okay. Kore ayalla kandittu Missine. Yeah. കുറെയായി മിസ്സിംഗ് ആയിരുന്നു അല്ലെ? ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. എല്ലാ ആഴ്ചയും വിചാരിക്കും ഇപ്പൊ വരെയായിരിക്കും. വിശ്വസിച്ചു ഞാൻ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സത്യമായിട്ടും എന്താ വിശ്വസിക്കാത്തത്? വിശ്വസിച്ചു ഞാൻ, വിശ്വസിച്ചു. സംസാരിക്കാം, കുറച്ച് സംസാരിക്കാനുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യൂ. പ്രേയേഴ്സ് ഓഫ് ടുഡേ ആൻഡ് സൈനിങ്. ഓക്കെ മിസ്, പ്രേയർ ഞാനാണ്. Good afternoon. ഞാനായിരുന്നു പ്രേയർ പറയാനുള്ളത്. പ്രേയറിന് വോട്ട് ചെയ്തത് ഞാനായിരുന്നു. ദിവ്യക്ക് സൗണ്ട് ഇല്ലെന്ന് പറഞ്ഞു. ദിവ്യക്ക് പ്രേയർ പാടണമെങ്കിൽ പാടിക്കോളൂ, കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് പ്രിപ്പയർ ആയതാണ്, ആരില്ലാത്തോണ്ട്. അല്ല, കുഴപ്പമില്ല, പാടിക്കോളൂ. എന്തായാലും എന്റെ സൗണ്ട് ശരിയല്ല. ജിസ്മിന് പറഞ്ഞോളൂ. പ്രാർത്ഥനയോടെ ഞങ്ങൾ കൈകൂപ്പുന്നു, ബുദ്ധിയും സിദ്ധിയും നീയല്ലോ. പ്രാർത്ഥനയോടെ ഞങ്ങൾ കണ്ണടയ്ക്കുന്നു, വിദ്യയും രൂപവും നീയല്ലോ. സംഗീതശുദ്ധിയോടെ പാടുന്നു ഞങ്ങളെ, കൈവിടല്ലേ സർവേശ്വര. സംഗീതശുദ്ധിയോടെ പാടുന്നു ഞങ്ങളെ, കൈവിടല്ലേ സർവേശ്വര. Okay, then word of the day and signing. Good afternoon, my dear teacher and friends. Today's thought is, the things he sees are not just remembered, they from a part of his soul, by Maria Montessori. അവൻ കാണുന്ന കാഴ്ചകൾ അവനെ വെറും ഒരു ഓർമ്മയല്ല, അത് അവന്റെ ജീവാത്മാവിന്റെ ഭാഗമാണ്. മരിയ മോണ്ടിസോറി. Okay, then. Good afternoon, Miss, and good afternoon all. It's me, Nisha, signing today. എല്ലായിടത്തും മഴയാണല്ലോ അല്ലേ? എല്ലാവരും സേഫായും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. മഴ ആയതുകൊണ്ട് ഞാൻ കുഞ്ഞിന്റെ മാഷിന്റെ ഒരു കുട്ടി മഴ എന്ന കവിതയിലെ 4 വരി പാട്ടാണ് പാടുന്നത്. മഴ 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 വന്നു, മാനത്തൂന്നൊരു മഴ വന്നു. മഴ 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 വന്നു, മാനത്തൂന്നൊരു മഴ വന്നു. മലയുടെ മുകളിൽ തങ്ങാതെ, മാളിക മുകളിൽ തങ്ങാതെ. മലയുടെ മുകളിൽ തങ്ങാതെ, മാളിക മുകളിൽ തങ്ങാതെ. മഴ 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 വന്നു, മാനത്തൂന്നൊരു മഴ വന്നു. മഴ 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 വന്നു, മിഴികൾക്കുത്സവമായി വന്നു. താങ്ക് യു. Okay, yeah. ഇനി പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? കുറേ നാളെ കണ്ടിട്ട്. ഇന്നലെ ഞങ്ങള് മിസ്സിനെ പ്രതീക്ഷിച്ചിരുന്നു, അപ്പൊ വന്നത് അപർണ മിസ്സായിരുന്നു. ഇന്നലെ അതെ, വ്യാഴാഴ്ച. ഓക്കെ, പിന്നെന്താണ്? കുറേ നാളായില്ലേ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് പറ, വിശേഷങ്ങൾ പറ, കേൾക്കട്ടെ. ആരെങ്കിലും ചോദിച്ചോ? ആരെങ്കിലൊക്കെ ചോദിച്ചോ എന്നെ? ഞാൻ 2-3 ആഴ്ചയായി മിസ്സെ ക്ലാസ് കയറിയിട്ട്. അപ്പൊ എനിക്കൊരു വിവരം ഉണ്ടായിരുന്നില്ല മിസ്സിനെ പറ്റി. ഞാൻ ചോദിച്ചു ഗ്രൂപ്പില്, മിസ് വന്നിരുന്നോ, എന്തെങ്കിലും പഠിപ്പിച്ചിരുന്നോ എന്നൊക്കെ. ഓക്കെ, ഇംഗ്ലീഷ് പോർഷൻ എങ്ങാനും പോയോ അല്ലെ, എടുത്ത് പോയോ എന്ന് വിചാരിച്ചിട്ടല്ലേ. സത്യത്തിൽ മിസ് എവിടെ പോയിരുന്നു? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു, ലീവിലായിരുന്നു കുറച്ച് ദിവസം.
എന്ത് പറ്റി, സുഖമില്ലായിരുന്നോ? ഇടയ്ക്ക് ടീച്ചർ ആതിര മിസ്സിനെയും കാണാറുണ്ട് സ്റ്റോറിയിലും ഒക്കെ. എന്തോ ഇൻസ്റ്റയില് ഇടയ്ക്ക് ആതിര മിസ്സിനെയും അശ്വതി മിസ്സിനെയും ഒരുമിച്ച് കാണാറുണ്ട്. റൈഡൊക്കെ പോയിരുന്നല്ലോ രണ്ടാളും കോട്ടിയില്. അപ്പൊ എന്നെ കൂടെ ഫോളോ ചെയ്യോ? ഇപ്പൊ എന്നെ കാണാലോ. ഓക്കെ, ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ട് ടീച്ചർ. ആണോ? ഓക്കെ. ഇടയ്ക്ക് മെസ്സേജ് എന്താ പേര് ടീച്ചറിന്റെ? എന്താ ഇട്ടിരിക്കണത്? പേര് മാത്ര ആ ഇൻസ്റ്റയില്? അശ്വതി അജു എന്നായിട്ടിരിക്കുന്നത്. കേട്ടില്ല മിസ്സേ, ഒന്നൂടെ പറഞ്ഞേ. അതെ, ഇനി ഞാൻ എന്റെ ഇൻസ്റ്റാ പ്രൊഫൈലിനെയും പറഞ്ഞുതരാം. ഇത്രയും പബ്ലിക് ആയിട്ട് കൊള്ളാം. ഫോളോ ചെയ്തിട്ടുണ്ട് മിസ്സിനെ. ഫോളോ ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ എനിക്ക് മെസ്സേജ് അയക്കും കേട്ടോ. ഓക്കെ, അപ്പൊ എന്നിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. അശ്വതി അജു അല്ലേ? ഈ അജു എന്താ ടീച്ചർ? അജു എന്റെ ഹസ്ബൻഡ് ആണ്. അജിത്തിന് ഷോർട്ട് അജു ഇട്ടിരിക്കുന്ന. ഞാൻ വിളിക്കുന്ന അങ്ങനെയാണ്. ഓക്കെ. എന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ലീവ് എടുത്തത്. ഓക്കെ. ഹസ്ബൻഡ് അബ്രോഡാണോ മിസ്സേ? അതെ. ഓക്കെ, അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സില്? ആർട്ടിക്കിൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെഫിയോട്. ഓക്കെ, പ്രിപ്പയർഡ് ആണോ നിങ്ങള്? അതെ. എന്നാ എടുത്തോളൂ, പെട്ടെന്നാവട്ടെ. അതിനു മുൻപ് അതിനു മുൻപ് നമ്മളിപ്പോ ഏകദേശം കംപ്ലീറ്റ് ആയില്ലേ നമ്മുടെ ചാപ്റ്റേഴ്സ് ആണെങ്കിലും. ഇനിയിപ്പോ എടുക്കാനുള്ളത് ഐ തിങ്ക് ആർട്ടിക്കിൾ ആൻഡ് കോൺവേർഡ്, അത് യൂണിറ്റ് 5. പിന്നെ ഉള്ളത് ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. ഇൻസ്റ്റാഗ്രാം ഐ ഡി പബ്ലിക് ആക്കുന്നു. കുഴപ്പമില്ല, അത് ചുമ്മാ പറഞ്ഞാണേ. ഇനിയിപ്പോ ക്വസ്റ്റ്യൻ ടാഗ് മാത്രമേ എടുക്കാനുള്ളൂ അല്ലേ? ശരിയാണോ? ടീച്ചർ അന്നൊരു 2-3 ചാപ്റ്ററിന്റെ പേര് പറഞ്ഞല്ലോ ലാസ്റ്റ് ക്ലാസ്സിൽ. മിസ് കണ്ടീഷണൽ സെന്റൻസ് എടുത്തിട്ടില്ല. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്. പിന്നെ ആർട്ടിക്കിൾ ആൻഡ് കോൺകോഡ്. ഇത്രയല്ലേ ഉള്ളൂ. ഫ്രേസൽ വേർബ് ഞാൻ പറഞ്ഞു തന്നില്ലേ? ഇമ്പോർട്ടന്റ് ആയ ഫ്രേസൽ വേർബ് ഏതൊക്കെയാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു. പറഞ്ഞു മിസ്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് സ്പെല്ലിങ്സും ഇംഗ്ലീഷ് ഫോർ റീക്രിയേഷനും അത് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് വായിച്ചു. അത് അത്രയും പറഞ്ഞില്ല. അതിന് ക്വസ്റ്റ്യൻ അങ്ങനെ വരാറില്ല എന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡിങ് സ്പെല്ലിങ്ങിന് ക്വസ്റ്റ്യൻ വരും, പക്ഷെ അത് പുറത്തുനിന്നായിരിക്കും വരാം. ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് വരില്ല കേട്ടോ. മനസ്സിലായോ? അപ്പോ എക്സാമ്പിൾ പറയണേ, എൻസൈക്ലോപീഡിയ, അതിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ ടെക്സ്റ്റ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോ അത് കോമൺ ക്വസ്റ്റ്യൻ, അത് പുറത്തുനിന്നായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം ചാപ്റ്ററിൽ. പിന്നെ കണ്ടീഷൻ സെന്റൻസ് അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വിട്ടുകളഞ്ഞത്. ഓക്കെ, ഇനിയിപ്പോ എടുക്കാനുള്ളത് ആർട്ടിക്കിൾ ആൻഡ് കോൺവേർഡ് ആൻഡ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഇത് രണ്ടും ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചാപ്റ്റേഴ്സ് ഏകദേശം കംപ്ലീറ്റ് ആയി. എക്സാം വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം കംപ്ലീറ്റഡ് ആണ്. അതില് ഒന്നാണ് ആർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. അതിനുശേഷം കോൺവേർഡും ക്വസ്റ്റ്യൻ ടാഗും ഞാൻ എടുക്കാം. ഓക്കെ, തുടങ്ങാം നമുക്ക്. ഓക്കെ, തുടങ്ങാം. അപ്പൊ എന്താണ് ആർട്ടിക്കിൾസ് എന്ന് പറയാം അല്ലെ? ഈ വീഡിയോ ഓൺ ആക്കാൻ പറ്റില്ല കേട്ടോ ടീച്ചറെ. കുഴപ്പമില്ല, വോയിസ് ഓൺലി. അപ്പൊ എന്താണ് ആർട്ടിക്കിൾസ് എന്നുള്ളത് നമ്മൾ പണ്ട് മുതലേ അറിഞ്ഞിട്ടുള്ളതാണല്ലോ. 3 എണ്ണാണുള്ളത്: എ, ആന്, ദ. എന്തൊക്കെയാണ് ആർട്ടിക്കിൾസ്? അപ്പോ എന്റെയും ആനിന്റെയും മീനിങ് എന്താണെന്ന് വെച്ചാല് ഒരു എന്നുള്ള അർത്ഥമാണ്. ഒരു. അപ്പൊ നമ്മൾ ഈ എയും ആനും നമ്മൾ യൂസ് ചെയ്യണത് ഏതെങ്കിലും ഒരു നൗൺസിന്റെ മുമ്പിലായിരിക്കും. അത് എന്ത് നൗൺസോ ആയിക്കോട്ടെ. ഇപ്പൊ ഒരു ആളുടെ പേരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവിന്റെ പേരായിരിക്കാം, അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേരായിരിക്കാം. എന്തിന്റെ ആണെങ്കിലും അതിന് മുമ്പിലായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? എ, ആൻ അല്ലെങ്കിൽ ദ എന്നുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്യും. പക്ഷെ അത് എപ്പോഴാണ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ എ ആണ് അല്ലെങ്കിൽ ആൻ ആണെന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കും, പക്ഷെ അത് തെറ്റായി പോകും. ഈസി ആണെന്ന് വിചാരിക്കും, പക്ഷെ തെറ്റായി പോകും.
അപ്പൊ അത് കറക്റ്റായി മനസ്സിലാക്കി വെച്ചാൽ മാത്രമാണ് നമുക്കത് കറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ പണ്ട് പോലെ പഠിച്ചിട്ടുണ്ട് AEIOU എന്നുള്ളതിന്റെ മുമ്പിൽ ആൻ ഉപയോഗിക്കണം. അതല്ലാത്ത കുറെ ആൽഫബറ്റ്സ് ഉണ്ടല്ലോ, അതിനു മുമ്പിൽ നമ്മൾ എ എന്നുള്ള വാക്ക് ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ളത് അല്ലേ? അങ്ങനെയാണ് നമ്മൾ എപ്പോഴും എക്സാമിന് എഴുതാറുള്ളത് അല്ലേ? ഞാൻ അങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെയല്ലേ? അതെ അതെ. ഞാനും അങ്ങനെ മക്കളെയും പഠിപ്പിക്കുന്ന അങ്ങനെ. അങ്ങനെയാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ആ AEIOU എന്നുള്ള വാക്കിനെ നോക്കാതെ ആ AEIOU എന്നുള്ളതിന്റെ സൗണ്ട് ഉണ്ടല്ലോ, വൊവൽസിന്റെ സൗണ്ടിന്റെ മുമ്പിലാണ് നമ്മൾ എന്ത് ചേർത്തേണ്ടത്? ആന് ചേർത്തേണ്ടത്. അപ്പൊ ചിലപ്പോൾ നമുക്ക് പല വാക്കുകളും വൊവൽ സൗണ്ട് ആയിട്ട് വന്നേക്കാം. ചിലപ്പോൾ അത് ഈ AEIOU ഉണ്ടാവില്ല, ചിലപ്പോൾ അത് കൗൺസൺസിലത്തെ ആയിരിക്കും വരുന്നുണ്ടാകുക. അപ്പൊ അതിലത്തെ ചിലപ്പോൾ നമ്മൾ ആൻ ഉപയോഗിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ ആ സൗണ്ട് മാത്രം നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യണം. ഓക്കെ, മനസ്സിലായോ ആർക്കെങ്കിലും? AEIOU എന്നുള്ളത് ഉപയോഗിക്കുന്നതിന് പകരം അതിന്റെ സൗണ്ട് അത് നമ്മൾ ഏത് വാക്കാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ വാക്ക് നമ്മൾ വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ അതിന്റെ സൗണ്ട് എന്താണ്, ഫസ്റ്റ് ലെറ്ററിന്റെ സൗണ്ട് എന്താണ് നോക്കിയിട്ട് വേണം നമ്മൾ എ ആണോ ആൻ ആണോ എന്നുള്ളത് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. കുറച്ച് എക്സാമ്പിൾ പറഞ്ഞുതരാം. എ പേഴ്സൺ ഒരു വ്യക്തിയാണ്. പി പേഴ്സൺ, പി എന്നുള്ളത് ഏതിൽ പെടുന്നതാ? വ്യഞ്ജനാക്ഷരത്തിൽ പെടുന്നതല്ലേ? കൺസണൻസിൽ പെടുന്നതല്ലേ? അതെ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? എ എന്നുള്ളത് ഉപയോഗിച്ചത്. ഓക്കെ, അടുത്തത് റൂം. അതിന് മുമ്പിൽ എന്ത് വരും? എ വരുമോ ആൻ വരുമോ? റൂം, റൂം, എ റൂം അല്ലെ? അടുത്തത് സ്കൂൾ. എ സ്കൂൾ എന്നാണോ വരിക, ആൻ സ്കൂൾ എന്നാണോ വരിക? എ സ്കൂൾ എന്നാണ് വരിക അല്ലെ? അപ്പൊ ക്ലാസ് എന്ന് പറയുമ്പോഴോ? എ ക്ലാസ്, എ ക്ലാസ് അല്ലെ? ഐസ്ക്രീം എന്ന് പറയുമ്പോ ആൻ ഐസ്ക്രീം അല്ലെ? എഗ്, ഓക്കെ. ബനാന, ഓക്കെ. ആപ്പിൾ, ആൻ ആപ്പിൾ, ഓക്കെ. ഞാൻ വേറെ ഒന്നുകൂടി പറയാം. യൂണിയൻ, എ യൂണിയൻ. അപ്പൊ എന്താ യൂണിയന്റെ ഫസ്റ്റ് ലെറ്റർ യു അല്ലേ? അപ്പൊ എന്താ ആൻ? അതിന്റെ ഉച്ചാരണം ആരാ ആൻ യൂണിയൻ എന്ന് പറഞ്ഞത്? ദിവ്യ അല്ലേ? അപ്പൊ യൂണിയന്റെ ഫസ്റ്റ് ലെറ്റർ യു ആയതുകൊണ്ടാണ് ദിവ്യ പറഞ്ഞത് ആൻ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആൻ യൂണിയൻ എന്ന് പറഞ്ഞു അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? AEIOU എന്നുള്ളതിൽ യു എന്നുള്ളത് വൊവൽസിലുള്ളതാണല്ലോ, അതുകൊണ്ട് ആൻ യൂണിയൻ എന്നാണ് വരിക എന്ന് വിചാരിച്ചിട്ടല്ലേ അങ്ങനെ പറഞ്ഞത്? അതെ. പക്ഷെ നമുക്ക് ആൻ യൂണിയൻ എന്നല്ല, എ യൂണിയൻ എന്നാണ് വരിക. എന്താ കാരണം? കാരണം യൂണിയൻ എന്നുള്ളത് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ യൂണിയൻ എന്നുള്ളതല്ലേ വരും. യാ എന്നുള്ള ലെറ്റർ നമ്മൾ വൊവൽസിൽ വരുന്നുണ്ടോ അതോ കോൺസണൻസിലാണോ വരുന്നത്? യാ യാ എന്നുള്ള എപ്പോഴും നമ്മൾ അതിന്റെ അതാണ് ഞാൻ പറഞ്ഞ AEIOU എന്നുള്ളത് നോക്കുന്നതിന് പകരം അതിന്റെ സൗണ്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. മനസ്സിലായോ? സൗണ്ട് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ യൂണിയൻ എന്ന് പറയുമ്പോൾ യാ എന്നുള്ള വാക്കാണ് വരുന്നത്. അത് നമ്മൾ വ്യഞ്ജനാക്ഷരത്തിൽ പെട്ടതല്ലേ? അപ്പൊ അതുകൊണ്ട് എ ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. നമ്മളില്ലേ യൂറോപ്പ് എന്ന് പറയുമ്പോഴോ? യൂറോപ്പ് എന്ന് പറയുമ്പോ ഏതാ വരിക? യൂറോപ്പിന്റെ സ്പെല്ലിംഗ് എന്താ ഒന്ന് പറയോ? EUROPO. യെസ്, EUROP, യൂറോപ്പ് അല്ലേ? യൂറോപ്പ് എന്നല്ലേ പറയുക? എ യൂറോപ്പ് എന്നാണോ പറയാ? ഓക്കെ, നിങ്ങൾ പറയൂ. എ യൂറോപ്പ് എന്നാണോ പറയാ, ആൻ യൂറോപ്പ് എന്നാണോ പറയാ? യൂറോപ്പിന്റെ ഫസ്റ്റ് ലെറ്റർ ഇ ആണ്, പക്ഷെ എന്തായിരിക്കും പറയാ? എ യൂറോപ്പ് എന്നാണോ അതോ ആൻ യൂറോപ്പ് എന്നാണോ? ഫസ്റ്റ് ലെറ്റർ സൗണ്ടിനെ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലാതെ അതിൽ ഇ ഉണ്ടോ എ ഉണ്ടോ ഒന്നും നോക്കരുത്. യൂറോപ്പ് എന്ന് പറയുമ്പോൾ അതില് യൂറോപ്പ് യൂറോപ്പ് അല്ലേ? ടീച്ചർ എന്തോ പറയണ്ട ഒരു Just wait second.
ഒരു കറക്ഷൻ ഉണ്ട് കേട്ടോ. കറക്ഷൻ പറയാൻ വേണ്ടി ഞാൻ അൺമ്യൂട്ട് ചെയ്താ, സോറി മ്യൂട്ട് ചെയ്താ. യൂറോപ്പ് എന്ന് പറയുന്നത് പ്ലേസ് ആണ് കേട്ടോ, പ്ലേസ് ആണ്. സോ നമ്മൾ അവിടെ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യില്ല. ഓക്കെ, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ കൂടെ നമ്മൾ ഏതെങ്കിലും ആർട്ടിക്കിൾ യൂസ് ചെയ്യാറുണ്ടോ? ആൻ ഇന്ത്യ, ദ ഇന്ത്യ, നോ ഒരിക്കലും ഇല്ല കേട്ടോ. എറണാകുളം എന്തെങ്കിലും പറയോ? നോ, ആർട്ടിക്കിൾ ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല കേട്ടോ. പ്ലേസിന്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാറില്ല. അവിടെ നമ്മൾ ഏത് കോൺസണന്റ് ആണോ വോവൽ സൗണ്ട് ആണോ എന്ത് നോക്കിയാലും കാര്യമില്ല, നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. പക്ഷെ ഒരു പേഴ്സൺ, അതായത് ഇന്ത്യൻ ആണ്, ഇന്ത്യൻ അല്ലെ, ഞാൻ ഇന്ത്യൻ അല്ലേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. യൂറോപ്യൻ ആണെങ്കിൽ യൂറോപ്യൻ എന്ന് പറയാം. മനസ്സിലായോ? അമേരിക്കൻ ആണെങ്കിലോ? അപ്പൊ അങ്ങനെയാണ് പറയാ. അമേരിക്കൻ, യൂറോപ്യൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. പ്ലേസ് പറയുമ്പോൾ ഒരിക്കലും ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. അങ്ങനെ ആർട്ടിക്കിൾ യൂസ് ചെയ്യാത്ത പ്ലേസസ് ഉണ്ട്. അത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൊണ്ട് ചിലപ്പോൾ സഫിയ പറയാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് യൂറോപ്യൻ എന്നുള്ളതാണ്. യൂറോപ്യൻ എന്ന് ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞത് മാത്രം. യൂറോപ്യൻ എന്നുള്ളത് വരുമ്പോ നമ്മൾ ആൻ ആണ് യൂസ് ചെയ്യുക. യൂറോപ്പ് എന്ന് പറയുമ്പോൾ യൂറോപ്യൻ ഫസ്റ്റ് ലെറ്റർ ഇ ആണെങ്കിൽ കൂടി നമ്മൾ എ ആണ് യൂസ് ചെയ്യുക, ആൻ അല്ല. സോറി, ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് ആണ്. അപ്പൊ നമ്മൾ യൂറോപ്യൻ എന്ന് പറയുമ്പോൾ ആൻ യൂറോപ്യൻ എന്നാണ് വിചാരിക്കുക. പക്ഷെ ആൻ എന്നല്ല വരിക, എ യൂറോപ്യൻ എന്നാണ് വരിക. മനസ്സിലായോ? കാരണം യൂറോപ്യന്റെ ഫസ്റ്റ് ലെറ്റർ യാ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. മനസ്സിലായി. അപ്പോ എ ഇ ഐ ഒയുടെ മുമ്പിലല്ല നമ്മൾ വോവൽസ് ഇത് ചേർത്തേണ്ടത്. എന്ത്? ആന് ചേർത്തേണ്ടത് എ ഇ ഐ ഒ യു എന്നുള്ളതിന്റെ സൗണ്ടിന്റെ മുമ്പിലാണ് നമ്മൾ ചേർത്തേണ്ടത് കേട്ടോ. പിന്നെ വേറൊരു ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. സ്വരാക്ഷരങ്ങൾ അറിയോ നിങ്ങൾക്ക് മലയാളത്തില്? അതറിയാത്തവരാരും ഇല്ലല്ലോ. ഇല്ല. അത് ആ സ്വരാക്ഷരങ്ങളായിട്ടുള്ള അ ആ ഇ ഈ ഉ ഉ വേണ്ട, പിന്നെ എ ഐ ഓ എന്നീ അക്ഷരങ്ങളില്ലേ, ഈ സൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആന് ചേർത്തണം. ഏത് വാക്കും ആയിക്കോട്ടെ, നിങ്ങൾ വായിച്ചു നോക്കുമ്പോ ആ വായിച്ചു നോക്കുന്ന വാക്കിന്റെ ഇത് ആന്നോ അല്ലെങ്കിൽ ആ എന്ന് വരുന്നതോ അല്ലെങ്കിൽ ഈ അങ്ങനെ ഏതെങ്കിലും സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അതിന് മുമ്പിലൊക്കെ ധൈര്യമായിട്ട് ആൻ ഉപയോഗിച്ചോ. ഏത് വാക്കാണെങ്കിലും സ്വരാക്ഷരങ്ങൾ ഏത് വന്നാലും അതിന്റെ മുമ്പിൽ നമ്മൾ എന്തിടുക? എന്താ ഇടണ്ടത്? ആന്. സ്വരാക്ഷരങ്ങൾ ഏത് വന്നാലും അതിന്റെ മുമ്പിൽ ആൻ ഇടുക കേട്ടോ. നമ്മൾ എ പഠിച്ചത് കുറച്ചു നേരം മാറ്റി വെക്കുക. എന്നിട്ട് സ്വരാക്ഷരങ്ങൾ ഏത് പഠിച്ചാലും ഏത് കണ്ടാലും അതിന്റെ മുമ്പിൽ നമ്മൾ ആൻ യൂസ് ചെയ്യണം എന്നുള്ളൊരു തീം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ അല്ലേ? ഓക്കെ, കുറച്ച് എക്സാമ്പിൾ പറയാം. ആൻ എലിഫന്റ്. എലിഫന്റ് എന്നുള്ളതിന്റെ എ എന്നുള്ള സൗണ്ട് അല്ലേ എലിഫന്റ്? അതുകൊണ്ടാണ് നമ്മൾ ആൻ ചേർത്തത് കേട്ടോ. പിന്നെ ഓറഞ്ച്, ഓ എന്നുള്ളത് സ്വരാക്ഷരത്തിൽ വരുന്നല്ലേ? അതെ. അപ്പൊ നമ്മൾ ആൻ ഓറഞ്ച് എന്ന് കൊടുത്തു കേട്ടോ. പിന്നെ ആപ്പിൾ. അംബ്രല്ല എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഉച്ചരിക്കുന്നത്? ആ എന്നുള്ള വാക്ക് സ്വരാക്ഷരത്തിലുള്ളതല്ലേ? അപ്പൊ അംബ്രല്ല. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, ഞാൻ അടുത്തതൊന്ന് പറയാം. യൂണിറ്റ്. അതിന്റെ ഫ്രണ്ടിൽ എന്ത് വരും? എ വരും. അപ്പൊ നമ്മൾ എപ്പോഴും ചിലപ്പോ എക്സാമിനൊക്കെ യൂണിറ്റ് കണ്ട വേഗം എടുത്ത് എഴുതും ആനാണെന്ന് പറഞ്ഞിട്ട്. എന്താ കാര്യം? എ ഇ ഐ ഒ യു അതില് യു ഉണ്ടല്ലോ. ഓക്കെ, ആനാണെന്ന് പറഞ്ഞിട്ട് വേഗം എഴുതും അല്ലേ? പക്ഷെ നമുക്ക് തെറ്റുപറ്റി പോകും. നമ്മൾ ആ സൗണ്ട് ഉച്ചരിച്ച് നോക്കിയിട്ട് യു ആണോ? യു. അപ്പൊ യാ എന്നുള്ള വാക്കാണ്. യാ എന്നുള്ള വാക്ക് നമ്മൾ സ്വരാക്ഷരത്തിൽ പഠിച്ചിട്ടുണ്ടോ? ഈ എന്നുള്ളതില് ഇല്ലല്ലോ. അപ്പൊ നമ്മൾ വേഗം എന്ത് എഴുതാ? എ യൂണിറ്റ് എന്നുള്ളത് എഴുതാം. ഓക്കെ അല്ലേ? ടീച്ചർ. അപ്പൊ അതില് ഫസ്റ്റ് ലെറ്റർ എന്താണ്? എ ടീച്ചർന്ന് വരും. ടി അല്ലേ? ട എന്നുള്ളത് നമ്മൾ സ്വരാക്ഷരത്തിലുണ്ടോ? ഇല്ലല്ലോ. സ്റ്റുഡന്റ്. സ എന്നുള്ളത് നമ്മള് ഈ പഠിക്കുമ്പോ പഠിച്ചിട്ടുണ്ടോ? സ്വരാക്ഷരത്തിലുണ്ടോ? അപ്പൊ എ സ്റ്റുഡന്റ്, എ ടീച്ചർ എന്നൊക്കെയാണ് വരിക അല്ലെ? അപ്പോ അവർ ഏത് വരും? അവർ. അവറിന്റെ സ്പെല്ലിങ് HOUR എന്നല്ലേ?
അപ്പൊ എച്ചിന്റെ മുമ്പിൽ എ അല്ലേ ചേർത്തേണ്ടത് എന്ന് പലർക്കും സംശയം തോന്നില്ലേ? പക്ഷെ അത് പ്രൊണൗൺസ് ചെയ്യുമ്പോ അവർ എന്നല്ലേ ആ വരിക. നമ്മൾ അവർ എന്നല്ലേ പറയണത്, അല്ലാണ്ട് ഹവർ എന്നൊന്നും പറയുന്നില്ലല്ലോ. ഹവർ എന്നാണ് പറയണതെങ്കിൽ നമുക്ക് എന്ത് എഴുതാമായിരുന്നു? എ എന്ന് എഴുതാമായിരുന്നു. നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ അവർ എന്നായതുകൊണ്ട് എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? ആന് തന്നെ. ആരത്? ആൻ തന്നെ എഴുതണം. ഓക്കെ, അടുക്കളവാതിൽ കുറ്റിയിട്ടോ അല്ലേ? അടുത്തത് കേട്ടോ, ഇൻസെക്ട്. ഓക്കെ, ഇൻസെക്ട്. ഇൻസെക്ടിന്റെ സ്പെല്ലിങ് INSECT, ഇൻസെക്ട്. അപ്പൊ ഇ എന്നുള്ള സൗണ്ട് നിങ്ങൾ എവിടെ പഠിച്ചിട്ടുള്ളത്? സ്വരാക്ഷരത്തിലാണോ വ്യഞ്ജനാക്ഷരത്തിലാണോ? അപ്പൊ ഏതിടുക? ആനിടോ ഏടോ? ആന്. സ്വരാക്ഷരങ്ങൾ ഏത് വന്നാലും നമ്മൾ സൗണ്ട് ഉച്ചരിച്ച് നോക്കുമ്പോ ഏതെങ്കിലും സ്വരാക്ഷരം വന്നാൽ അവിടെ എന്തിടണം? ആനിടണം കേട്ടോ. അപ്പൊ അടുത്തൊന്ന് പറയട്ടെ, ഈസി. ഈസി ആയിട്ടുള്ള ലെസൺ ആണെന്ന് പറയണ വിചാരിക്കുക. ഈസി ലെസൺ. ഓക്കെ, അപ്പൊ ഈസിന്റെ സ്പെല്ലിങ് ഇ ആണ്. ഏതാ വരിക? ആൻ തന്നെയാണ് വരിക. കാരണം എന്താണ്? ഈ എന്നുള്ളത് ആലോചിച്ചാൽ മതി. ഏതിൽ വരുന്നതാണ്? സ്വരാക്ഷരത്തിൽ വരുന്നല്ലേ ഈ എന്നുള്ളത് അല്ലേ? അപ്പൊ ഓക്കെ, നെക്സ്റ്റ് അടുത്തത് കേട്ടോ. ഒരു വാക്ക് ഞാൻ പറയാം, FIR. FIR നമ്മൾ കേസ് ഫയൽ ചെയ്യാന്നൊക്കെ പറയില്ലേ? FIR. അതിന്റെ മുമ്പിൽ നമ്മൾ എന്തിടും? എ ഇടോ ആനിടോ? എന്താ അങ്ങനെ പറയാൻ കാരണം? എഫ് എന്നുള്ളത് കൺസണൻസ് ഉള്ളതല്ലേ? എഫ് എന്നുള്ളതിന് എ എന്നല്ലേ പ്രൊണൗൺസ് ചെയ്യുമ്പോ വരുന്നത്? എഫ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലെറ്റർ എ എന്നുള്ളത് വന്നു അല്ലേ? അപ്പൊ എ എന്നുള്ളത് ഏതിലുള്ളതാ? സ്വരാക്ഷരത്തിലുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് FIR പറഞ്ഞത് അല്ലെ? ആന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? FIR എന്ന് പറയുമ്പോൾ കൺസണൻസിൽ ഉള്ളതാണ്. എഫ് AEIOയിൽ ഉള്ളതല്ലല്ലോ FIR എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തും? എ എഴുതാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇപ്പൊ മനസ്സിലായി നമ്മൾ സൗണ്ടിന്റെ മുമ്പിലാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ നമ്മൾ FIR. അപ്പൊ എഫ് എന്ന് പറയുമ്പോ എ, ആ എ നമ്മൾ സ്വരാക്ഷരത്തിൽ പഠിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൻ എഴുതി അല്ലേ? അങ്ങനെയല്ലേ? അതെ. സ്പീഡ് കൂടിയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല ടീച്ചർ. ഓക്കെ, നെക്സ്റ്റ് LD ക്ലർക്ക്. LD ക്ലർക്ക് എന്ന് പറയുമ്പോ LD ക്ലർക്ക്. ക്യാപിറ്റൽ ലെറ്റർ എല്ലും ക്യാപിറ്റൽ ലെറ്റർ ഡിയും. LD ക്ലർക്ക്. നമ്മളൊരു പോസ്റ്റ് എടുക്കും. എന്തുവരും? കീർത്തി ഉണ്ടോ? കീർത്തി ഏതാ വരിക? ആനോ? എന്താ കാരണം? അതിന് എന്താ കാരണം? ആന് വരാൻ കാരണം എന്താ? അല്ല, എൽ എന്നുള്ള ലെറ്റർ. അത് നീ മലയാളത്തിൽ പറഞ്ഞു നോക്ക്. എൽ പറഞ്ഞാ? അപ്പൊ ഫസ്റ്റത്തെ വാക്ക് ഏതാ വന്ന്? മലയാളം. ഇംഗ്ലീഷ് വിട്. എൽ പറയുമ്പോ ഏത് വാക്കാ വന്ന്? എ അല്ലേ? എ നമ്മൾ സ്വരാക്ഷരം പഠിച്ച ഈ അതിൽ ഉള്ളതല്ലേ? അതുകൊണ്ടാണ് ആന് വന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് കേട്ടോ. ഒരു ലെറ്റർ ആണ് പറയാൻ പോണത്. അടുത്തത് ലെറ്റർ ആണ് കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളിപ്പോ എക്സാം ഒക്കെ വരുന്ന സമയത്ത് PSC എക്സാം ഒക്കെ എഴുതിയവരുണ്ടോ ആരെങ്കിലും? PSC എക്സാമിൽ എഴുതിയിട്ടുണ്ടാവും ക്യാപിറ്റൽ ലെറ്റർ T എന്നുള്ളത് ഇൻവെർട്ടർ കോമയിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അതിന് മുമ്പ് എയും തന്നിട്ടുണ്ടാവും ആനും തന്നിട്ടുണ്ടാവും. ആൻസർ എന്തായിരിക്കും? ടി. അപ്പൊ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്ത് നോക്കുക. ടി ഇത് സ്വരാക്ഷരത്തിൽ പെട്ടതാണോ? നോക്കൂ. അല്ല, സ്വരാക്ഷരത്തിൽ പെട്ടതാണെങ്കിൽ നമുക്ക് ആൻ എഴുതാമായിരുന്നു. അപ്പൊ ഏതാ വരിക? AT എന്ന് വരുമോ അത് ആൻ ടി എന്ന് വരുമോ? യെസ്, കറക്റ്റ്. AT എന്നാണ് വരിക അല്ലേ? അടുത്തത് ഒന്നുകൂടി പറയാട്ടോ. ഇതേപോലെ എക്സാമിന് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. വെറും ഒരു ലെറ്റർ മാത്രം, ക്യാപിറ്റൽ ലെറ്റർ എസ്. ഇത് ഡബിൾ ഇൻവെർട്ടർ കോമയിൽ തരും S എന്നുള്ളത്. അപ്പൊ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്ത് നോക്കിയേ.
ആൻ എന്ന് ചേർക്കും മുമ്പില് എസ് ആയതുകൊണ്ട്. ആൻ ഉം ആൻ ആൻ എന്നാണ് ചേർക്കുക. കാരണം എന്താ? ഇപ്പൊ ആൻ നമ്മൾ ആദ്യം ഇതൊന്നും ഈ സൗണ്ട് ഒന്നും കാരണം അല്ലാന്ന് വിചാരിക്കും. സ്വരാക്ഷരങ്ങളിലെ സൗണ്ട് ഒന്നും എ ആണ് വരുന്നത്. അതെ, നമ്മൾ ഈ സൗണ്ട് ഒന്നും പഠിച്ചു വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എസ്, വാവ് ഇത് കോൺസണൻസ് ഉള്ളല്ലേ, വേഗം എ എഴുതി വെക്കും അല്ലെ, എ എസ് എന്ന് എഴുതി വെക്കും. പക്ഷെ നമ്മളിപ്പൊക്കെ ഇപ്പൊ മനസ്സിലായി സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരം അങ്ങനെ സൗണ്ടുകളുടെ മുമ്പിലാണ് ഇടേണ്ടത് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ നമ്മൾ എസിനെ പ്രൊണൗൺസ് ചെയ്ത് നോക്കിയപ്പോ എസ്, അപ്പൊ എ എന്നുള്ള വാക്ക് നമ്മൾ സ്വരാക്ഷരത്തിൽ വരുന്നതാണ് എന്ന് മനസ്സിലായപ്പോ നമ്മൾ എന്ത് എഴുതി? ആൻ എസ് എന്നുള്ളത് എഴുതി അല്ലെ? അതെ. അടുത്തതേ എക്സ്റേ എന്ന് കണ്ടിട്ടില്ലേ? എക്സ്റേ, നമ്മൾ എക്സ്റേ എടുക്കാനൊക്കെ പോയില്ലേ? എക്സ്റേ. അപ്പൊ എക്സ് എന്നുള്ളതാണ് ഫസ്റ്റ് ലെറ്റർ എക്സ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോ കൺസണൻസ് അല്ലേ ഏതുണ്ട്? എ അല്ലേ ഏതുണ്ട്? എ എക്സ്റേ തന്നെ ഏതില്ല? അല്ല, അത് പ്രൊണൗൺസ് ചെയ്യുമ്പോ എക്സ്റേ എ എന്നല്ലേ ഫസ്റ്റ് വരുന്നത്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആൻ എന്ന് മലയാളത്തില് നിങ്ങൾ വായിച്ചു നോക്കിയപ്പോ എക്സ്റേ എന്ന് വന്നപ്പോ എ എന്നുള്ള സൗണ്ട് വന്നതുകൊണ്ടാണോ ആൻ എഴുതിയത്? അതെ. അതെ അല്ലെ? അപ്പൊ ഞങ്ങൾ പഠിച്ചു മിടുക്കത്തികൾ. ഓക്കെ, പഠിച്ചല്ലോ അല്ലെ? പഠിച്ചു മിസ്. ഓക്കെ മിസ്. സൂപ്പർ ആക്കി എടുത്തു നെക്സ്റ്റ്. തന്നു. ഓക്കെ ഓക്കെ, അടുത്തത് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ ദ എന്നുള്ളത് എവിടെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. ദ എന്നുള്ളത് പേയും ആനും ഏകദേശം മനസ്സിലായിട്ടുണ്ടോ? ആർക്കെയും മനസ്സിലാകത്തുണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. ഉറപ്പാണ്? ഉറപ്പാണ്? Yes, miss. അതെ. ഓക്കെ, എന്നാ അഫീഫ ഉണ്ട് അതിൽ. അഫീഫ അഫീഫ ആൻ എവിടെയാ യൂസ് ചെയ്യാ? ആന് പറഞ്ഞുതരാം. സ്വരാക്ഷരം വരുമ്പോ അവിടെ ആൻ യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയോ? ഇപ്പൊ എഴുതിയാലോ മതിയോ? ഏതെങ്കിലും പറഞ്ഞാൽ മതി, അറിയണത്. ആൻ ഇൻസെക്ട്, ആൻ ഇൻസെക്ട്, ആൻ ഈസി, ആൻ ഫയർ, FIR. ഓക്കെ ഓക്കെ, മതി. ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടിട്ട് പിടിച്ചാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്തത്. അപ്പൊ ഞാനേ ഇനിയിപ്പോ നമുക്ക് ദയിലേക്ക് കടക്കാലോ അല്ലെ? ഓക്കെ അല്ലേ? അപ്പൊ ദ എന്നുള്ളത് നമ്മൾ എവിടെ യൂസ് ചെയ്യാൻ നോക്കാം. എയും ആനും ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. വൊവൽസിന്റെ സൗണ്ട്, അതായത് സ്വരാക്ഷരങ്ങൾ ആ ഈ ഉ അങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോ നമ്മൾ ആൻ ഉപയോഗിക്കും. അതല്ലാതെ കാക്ക അങ്കങ്ങ ചാച്ച അഞ്ചങ്ങ ടാട്ട എണ്ണെണ്ണ പഫ് അങ്ങനെ ഏത് വാക്ക് വന്നാലും നമ്മൾ എന്ത് ഉപയോഗിക്കും? എന്താ ഉപയോഗിക്കുക? എ ഉപയോഗിക്കും. എ ഉപയോഗിക്കും. അപ്പൊ ഇത് രണ്ടും അല്ലാതെ നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് ഒരു പ്രത്യേകമായിട്ട് ഒരു കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ പറഞ്ഞ എക്സാമ്പിൾ ആണ്, കട കൊടുക്കണം കേട്ടാ. ഒരു കുട്ടിക്ക് ഒരു പേന കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ ഒരു ഫ്രണ്ടിന് ഒരു പേന കൊടുത്തു. ആ പേന തിരിച്ച് നമ്മൾ ചോദിക്കുകയാണ്, ഗിവ് മീ ദ പെൻ എന്നാണ് നമ്മൾ പറയുക. ഗിവ് മീ ദ പെൻ എന്ന് പറഞ്ഞാല് എനിക്ക് ആ പെന്ന്, അതായത് നമ്മളൊരു പേന കൊടുത്തിട്ടുണ്ട്, ആ പെന്നിനെ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഗിവ് മീ എ പെൻ എന്ന് പറയാം, ഏതെങ്കിലും ഒരു പേന തരും എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷെ നമ്മൾ എന്താ പറഞ്ഞത്? ഗിവ് മീ ദ പെൻ, ആ പെന്ന്. നമ്മളൊരു പേന കൊടുത്തിട്ടുണ്ട്, ആ സ്പെസിഫിക് ആയിട്ടുള്ള ആ പേനനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ഉപയോഗിച്ചത്? ദ എന്ന് ഉപയോഗിച്ചത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയോ? ഓക്കെ, ആ എക്സാമ്പിൾ വിട്, വേറെ പറയാട്ടോ. നമ്മളൊരു പ്രത്യേകമായിട്ട് ഒരു കാര്യത്തിനെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സ്പെസിഫിക് ആയിട്ട്. മനസ്സിലായോ? അതായത് ദ സൺ, ദ ബുക്ക്, അതായത് ഏതെങ്കിലും ഒരു ബുക്കിലല്ല. ഇപ്പൊ കുറേ ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കേ, കുറേ ബുക്സ് ഉണ്ട്. പക്ഷെ ഞാൻ പറയാണ്, ഒരു കുട്ടിക്ക് ഞാനൊരു ഇംഗ്ലീഷിന്റെ ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു വായിക്കാനായിട്ട്. ആ കുട്ടിന്റെ അടുത്ത് ഇല്ല എന്നിട്ട് വായിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പൊ ഞാൻ ആ കുട്ടിയോട് തിരിച്ചു ചോദിക്കാണ്, ആ ബുക്ക് തരൂന്ന് പറയുമ്പോ ആ ബുക്ക് തരൂന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ അവര് കൊണ്ടുവന്ന് തരുന്നത് ഞാൻ കൊടുത്തിട്ടുള്ള ആ ബുക്കായിരിക്കും. ഓക്കെ, ആ ബുക്കിനെയാണ് ദ ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ കുറെ കാറുകൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാണ്, ആ കാർ ഇങ്ങോട്ട് കൊണ്ടുവരൂ. അപ്പൊ എന്റെ കാർ ഏതാണെന്നുള്ളത് എനിക്കറിയാലോ. ആ കാർ എന്ന് പറയുമ്പോൾ ദ കാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ആ സ്പെസിഫിക് ആയിട്ട് എന്റെ കാർ മാത്രമായിരിക്കും. ഓക്കെ, മനസ്സിലായോ? അവിടെയാണ് നമ്മൾ ദ എന്നുള്ള ഉദ്ദേശം. ഓക്കെ, അപ്പൊ ചില എക്സാമ്പിൾസ് പറയാം. ദ ഓഷ്യൻ, ദ മൂവി, ദ സിറ്റി, ദ ഹിൽ, ദ മൂൺ, ദ സീ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ
നമ്മൾ എന്ത് ഉപയോഗിക്കണം? ദ ഉപയോഗിക്കണം. എയും ആനും അല്ലാതെ ദ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകരമായിട്ട് നമ്മൾ ഒന്നിനെ സൂചിപ്പിക്കുമ്പോൾ അതിനെയാണ് ദ എന്നുള്ളത് പറയാം. കുറച്ച് എക്സാമ്പിൾ തരാം. അപ്പൊ നിങ്ങൾ അവിടെ എ ആണോ ആൻ ആണോ എന്താണ് യൂസ് ചെയ്യണമെന്ന് ഞാൻ നോക്കട്ടെ. നോക്കി തെറ്റേ? തരാം. ഹി ഈസ് ഡാഷ് ഇന്ത്യൻ. ഈ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഇ എന്നുള്ള സൗണ്ട് വന്നു. ഇ എന്നുള്ള സൗണ്ട് വരുമ്പോൾ നമ്മൾ ഏതാ ഇടുക? ആൻ ഇന്ത്യൻ എന്നാണോ എ ഇന്ത്യൻ എന്നാണോ? ആൻ ഇന്ത്യൻ. ഹീസ് ആൻ ഇന്ത്യൻ എന്നാണ് അല്ലെ? മനസ്സിലായി അപ്പൊ എല്ലാവർക്കും? ഓക്കെ. സംവൺ പറയണം. പ്ലീസ് കോൾ ഡാഷ് ഇട്ടിട്ടുണ്ട് പോലീസ്. എ ആണോ ആൻ ആണോ ദ ആണോ വരിക? പ്ലീസ് കോൾ ഡാഷ് പോലീസ്. ദ പോലീസ്. എന്താ പറയാൻ കാരണം? അവിടെ ഒരു വ്യക്തിയെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു വ്യക്തിയെ സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലെ? അല്ലാതെ ആരെങ്കിലും വിളിക്കൂ എന്നാണോ പറഞ്ഞത്? പോലീസിനെ വിളിക്കൂ എന്നൊരു വ്യക്തിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു വ്യക്തിയെ സൂചിപ്പിച്ചുകൊണ്ട് പോലീസിനെ വിളിക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക? പോലീസ് അല്ലെ? മനസ്സിലാകാത്തുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഹി ഈസ് ഡാഷ് ഹോണസ്റ്റ് മാൻ. ഹോണസ്റ്റ്. ഹി ഈസ് ഏതാ വരിക? എ ആണോ ആൻ ആണോ ഏതാ വരിക? ഓണസ്റ്റ്. എങ്ങനെയാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുക? അത് ആദ്യം ഒന്ന് മനസ്സിലാക്കൂ. ആ സെന്റൻസ് ആർക്കാ മനസ്സിലായത്? ഒന്ന് പറയാ സെന്റൻസ്. എവിടേക്ക് ഉപയോഗിക്കാന്ന് ഒന്നും കൂടി പറയാമോ? എനിക്കൊന്ന് നെറ്റ് ഏത്? ദായോ? ഉപയോഗിക്കാന്ന്. ദാ എന്നുള്ളത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരാളിനെ സൂചിപ്പിക്കുകയാണ്. ദ ടീച്ചർ, ഏതെങ്കിലും ഒരു ടീച്ചർ, അല്ലെങ്കിൽ ദ പോലീസ്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിന്റെ പേരാണെന്ന് വിചാരിക്കും, നമ്മളുടെ ദ സ്മാർട്ട് ശ്രീ, അങ്ങനെ ഏതെങ്കിലും നമുക്ക് പ്രത്യേകമായിട്ട് അത് അറിയും സ്പെസിഫിക് ആയിട്ട്. അതാണെങ്കിൽ മാത്രം ദ സൺ, ദ മൂൺ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ദ ഉപയോഗിക്കും. മനസ്സിലായോ? ഓക്കെ. സോറി ട്ടാ, ഒരു ഡോറിൽ നോക്ക് ചെയ്തു, അപ്പൊ ഞാൻ പോയി നോക്കിയതാണേ. ദേ ലിവ് ഇൻ ഡാഷ്. ദേ ലിവ് ഇൻ ഡാഷ് USA. എന്താ വരിക? ദേ ലിവ് ഇൻ എ USA എന്ന് വരുമോ? ദേ ലിവ് ഇൻ ആൻ USA എന്ന് വരുമോ? ദേ ലിവ് ഇൻ ദ USA. ഇതിൽ എ ആണോ ആൻ ആണോ ദ ആണോ വരിക? ദ എന്നാണ് വരിക എന്ന് പറഞ്ഞു ആര്? ഫർസാനെ. എന്താണ് അവിടെ ദ വരാൻ കാരണം? അവര് ഇന്ന സ്ഥലത്താണ് താമസിക്കണമെന്ന് സ്പെസിഫിക് ആയിട്ടല്ലേ പറഞ്ഞത്? സ്പെസിഫിക് ആയിട്ട് ഒരു സ്ഥലത്തിന്റെ പേര് അവര് കറക്റ്റ് ആയിട്ട് അവര് സൂചിപ്പിച്ചിട്ടുണ്ട് അവിടെ. USA ആണ്. അല്ലെങ്കിൽ ദേ ലിവ് ഇൻ എവിടെയാണെന്നുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലം അവർ സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലെ? അതുകൊണ്ടാണ് ദ എന്നുള്ള വാക്ക് യൂസ് ചെയ്തത് അല്ലെ? അതെ. അപ്പോ ഇനി അടുത്തത്, ദ കൗ ഈസ് ഡാഷ് യൂസ്ഫുൾ അനിമൽ. ദ കൗ ഈസ് എ യൂസ്ഫുൾ അനിമൽ എന്നാണോ? ദ കൗ ഈസ് ആൻ യൂസ്ഫുൾ അനിമൽ ആണോ? അത് ദ കൗ ഈസ് ദ യൂസ്ഫുൾ അനിമൽ എന്നാണോ വരിക? അതായത് ആ ഡാഷ് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്തുള്ള വാക്കാണ് യൂസ്ഫുൾ അനിമൽ. യൂസ്ഫുൾ. അപ്പോ ദ കൗ ഈസ് ദ യൂസ്ഫുൾ എന്നാണോ എ എന്നാണോ ആൻ എന്നാണോ വരിക? എയോ? എ യൂസ്ഫുൾ വരുമോ? യൂസ്ഫുൾ എന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കിയേ. യാ എന്നുള്ള വാക്ക് ഏതിലാ വരിക? ദ കൗ ഈസ് ദ യൂസ്ഫുൾ അനിമൽ എന്നല്ല വരിക? യു പറയുമ്പോ യാ അല്ലേ? അപ്പൊ വ്യഞ്ജനാക്ഷരല്ലേ? യു പറയുമ്പോ ദ യൂസ്ഫുൾ അനിമൽ എന്നാണോ വരിക? എന്താ വരിക?
അപ്പൊ എ എന്തായാലും വരില്ല. The useful animal എന്നല്ലേ വരിക? The cow is the useful animal എന്നല്ലേ വരിക? സ്പെസിഫിക് ആയിട്ടൊരു അനിമലിനെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. കൗ എന്നല്ലേ The പറഞ്ഞിട്ടുള്ളൂ. cow എന്നല്ലേ പറഞ്ഞത്? cow എന്നൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അനിമൽ അല്ലേ? അപ്പൊ അതുകൊണ്ട് ദാന്നല്ലേ വരിക? അതുകൊണ്ട് ദാന്ന് വരും. ഉറപ്പ്. പക്ഷെ നമ്മൾ അവിടെ യൂസിന്റെ തൊട്ടിപ്പുറത്തുള്ളതല്ലേ നോക്കണേ? അതെ. അപ്പൊ എ അല്ലേ വരിക യു അറിയുമ്പോ? യു എന്നുള്ള വാക്ക് നമ്മൾ ഈ AOUല് അപ്പൊ അത് മനസ്സിലായിട്ടില്ല എന്നർത്ഥം. അതല്ല യാ അല്ലേ യു യാ എന്നുള്ളത് വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ ആൻ ചേർത്തും? എ ആണ് പറഞ്ഞേ. എ കൺസേൺസ് വരുന്നോ? എ യൂസ്ഫുൾ എന്നല്ലേ വരിക? The cow is a useful animal. എ ആണ് വരിക. അങ്ങനെയല്ലേ വരിക? ടീച്ചറെ ടെൻഷൻ അടിപ്പിക്കല്ലേ ടീച്ചർ? ഞാൻ ആദ്യം എ എന്നാ പറഞ്ഞേ. എ ആണോ വരിക, ദ ആണോ വരിക, അതോ ആൻ ആണോ വരിക? എ എന്തായാലും വരൂല. കീർത്തി പറയണത് ദ യൂസ്ഫുൾ അനിമൽ ആണെന്ന്. ആര് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കറക്റ്റ് ആയിട്ട് എടുക്കണ്ട്? പറയൂ. യൂസ്ഫുൾ അനിമൽ. അതന്നെ, ദ യൂസ്ഫുൾ അനിമൽ എന്നല്ലേ വരിക. പിന്നെ ആരാ എ യൂസ്ഫുൾ അനിമൽ എന്ന് പറഞ്ഞത്? കൗവാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അടുത്തത് യൂസ്ഫുൾ എന്നുള്ള യു യാ വരുന്നുണ്ടല്ലോ. വേഗം പറയ്, ആരെങ്കിലും ഒരാൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിപ്പോ എയും ദായും തമ്മിൽ പ്രശ്നമാകുമല്ലോ. ഈ ടീച്ചർ ഇവിടെ ഇല്ലേ? ടീച്ചർ എന്ത് ചെയ്യ? ഒറിജിനൽ ടീച്ചർ അവിടെ, ഡ്യൂപ്ലിക്കേറ്റ് ഞാനുണ്ട്. ഒറിജിനൽ അവിടെ പോയി. ടീച്ചർ ക്ലാരിഫിക്കേഷൻ കൊടുക്കണ്ടേ ടീച്ചർ എവിടെ? ഒന്ന് പറഞ്ഞു കൊടുക്ക് ടീച്ചറെ. എന്താ ടീച്ചർ ഇങ്ങനെ? ക്ലാസ് കഴിഞ്ഞോ? കഴിഞ്ഞു. ടീച്ചർ അവിടെ കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പൊ അതെ, ഞാൻ ഉറങ്ങായിരുന്നു. രസമാണ് കേട്ടോണ്ടിരിക്കാൻ ഇങ്ങനെ. ക്യാമറയിലാകുമ്പോ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ ഇരിക്കണ്ടേ? ക്യാമറ എനിക്ക് കൂടായിട്ടിരിക്കാലോ. ടീച്ചറെ മുടിയൊക്കെ കാണുമ്പോ ഉറങ്ങിയ പോലെ ഉണ്ട്. അതെ. പറയൂ, എന്താണ് എന്റെ ഡൗട്ട് ചോദിച്ചേ, കേക്കട്ടെ. ഡൗട്ട് ഉള്ളത് ചോദിക്കൂ. സഫിയ ഒരു ക്വസ്റ്റ്യൻ തന്നു. കൗ ഈസ് ദ ഡാഷ് യൂസ്ഫുൾ അനിമൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കുറച്ച് പേര് പറഞ്ഞു ദാന്നാണ്, കുറച്ച് പേര് എ ചേർക്കുന്ന പറഞ്ഞു. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഭാഗ്യം. ഇതിൽ ഏതാ കറക്റ്റ് എന്ന് ചോദിക്കായിരുന്നു. നമ്മൾക്ക് സഫിയ ആർട്ടിക്കിൾ യൂസ് ചെയ്യാത്ത സ്ഥലങ്ങൾ പറഞ്ഞു കൊടുത്തോ? ആർട്ടിക്കിൾ യൂസ് ചെയ്യാത്ത സ്ഥലോ? ഇല്ല. അതും കൂടി ഉണ്ട് കേട്ടോ. എല്ലായിടത്തും ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല, മനസ്സിലായോ? ആർട്ടിക്കിൾ യൂസ് ചെയ്യാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതും കൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. ഞാൻ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ടേ ഇല്ല, ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടില്ല. ഇപ്പോ കൗ അല്ലെ, കൗ ഈസ് എ യൂസ്ഫുൾ അനിമൽ. എവിടെയെങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞാലേ അവിടെ ആലോചിച്ച് നോക്കി, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയത് എന്തായിരിക്കും വരാം? The useful animal. Cow is the useful animal. ഈ ദായും വഴിയും തമ്മിൽ വ്യത്യാസം എന്താ? ദാ മീൻസ് ഒരു സ്പെസിഫൈ ചെയ്ത് പറയുന്നു എന്നാണ്. ആണെങ്കിലോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് രണ്ട് യൂസ് ചെയ്യാലോ, ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ അവിടെ അനിമലില് കൗവിനെ സ്പെസിഫിക് ചെയ്ത് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് ഇതാന്ന് വരൂലേ? ആനിമലിനല്ലല്ലോ കൊടുത്തിട്ടുള്ളത്, കൗ എന്നില്ല ആനിമലിനല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാന്നല്ലേ വരിക? കൗ ഒരു അനിമൽ ആണ്. ഓക്കെ, നമ്മള് സ്പെസിഫൈ ചെയ്യൂ എന്ന് പറയുമ്പോ എന്താണ്, ഇപ്പോ
ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പെന്നിന്റെ കാര്യം പറഞ്ഞില്ലേ, അങ്ങനെ സ്പെസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ദാ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് അറിയാം, അല്ലാതെ കൗ എന്ന് പറയുന്ന യൂസ്ഫുൾ അനിമൽ അല്ലേ, കൗ ഇസ് എ യൂസ്ഫുൾ അനിമൽ എന്ന് പറയാലോ. എല്ലാ കൗവിനും ഉൾപ്പെടുത്തില്ല നമുക്ക് പറയാം അല്ലെ. കൗവിൽ തന്നെ സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്ന കൗസ് ഇല്ലേ? ഉണ്ടോ? വേറൊരു എക്സാമ്പിൾ പറയാം. ഡോഗ് ഈസ് ഡാഷ് ഫെയ്ത്ത്ഫുൾ അനിമൽ. എന്ത് വരും? ഡോഗ് ഈസ് ഡാഷ് ഫെയ്ത്ത്ഫുൾ അനിമൽ. അപ്പൊ എ ആണോ വരിക, ആൻ ആണോ വരിക, ദ ആണോ വരിക? ഫെയ്ത്ത്ഫുൾ അനിമൽ. അവിടെ ഡോഗ് ആണെന്നുണ്ട്, പക്ഷെ ഫെയ്ത്ത്ഫുൾ അനിമൽ ഒക്കെ ഉണ്ട്. എന്താണ് വരിക? പറയൂ ആരെങ്കിലും. ആകെ കൺഫ്യൂഷൻ ആയി. ഇതൊന്ന് ക്ലിയർ ചെയ്ത് തരൂ. 2 ടീച്ചേഴ്സും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് തരൂ. ഫെയ്ത്ത്ഫുള്ളിന്റെ ഫായല്ലേ വരുന്നേ? അതാ ഫെയ്ത്ത്ഫുൾ എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? അപ്പൊ എന്താ വരിക? പ്രൊണൗൺസ് ചെയ്യുമ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എ വരില്ല, ഫെയ്ത്ത്ഫുൾ ഫ എന്നുള്ളതാണ്. അപ്പൊ എ ഫെയ്ത്ത്ഫുൾ അനിമൽ അല്ലേ? എ എന്നുള്ളത് വേറെ. എ ആണ് വരിക. എ ഫെയ്ത്ത്ഫുൾ. കറക്റ്റ്. എ ഫെയ്ത്ത്ഫുൾ എന്നാണ് വരിക. അപ്പൊ സത്യ പറയുന്നത് ജസ്റ്റ് വെറും അതന്നെ ടീച്ചർ പറഞ്ഞ എ ചേർത്താം. അതാണ് ടീച്ചർ പറഞ്ഞ എ വേണമെങ്കിൽ എ ഇടാം. ഏതാണ് അനുയോജ്യമായത് നോക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞത്. മീനിങ്ങിന് മാറ്റമൊന്നുമില്ല. പക്ഷെ നമ്മൾക്ക് എ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഈ എ തന്നെയാണ് ശരിക്കും പറഞ്ഞ എ ചേർത്താം നല്ലത്. പിന്നെ വേണമെങ്കിൽ ദായും ചേർത്താം. ഡേ വരണമെങ്കിൽ അവിടെ നമ്മൾ കുറെ കൗസിനെ വെച്ചിട്ട് അതിൽ ഏതെങ്കിലും ഒരു കൗവിനാകുമ്പോഴല്ലേ നമ്മൾ ഡേ പറയാ. നമ്മൾ കൗ അതെ അതെ, അതും അങ്ങനെയാ. അത് കറക്റ്റ് ആണ്. നല്ല ബുദ്ധി വരാൻ തുടങ്ങി. ഓക്കെ, അടുത്തത് ഒന്നും കൂടി പറയട്ടെ. ലെറ്റ്സ് ഗോ ടു ഡാഷ് ബീച്ച്. ലെറ്റ്സ് ഗോ ടു ബീച്ച്. ബീച്ചിലേക്ക് പോണ കാര്യം പറയണം. അപ്പൊ ലെറ്റ്സ് ഗോ ടു എ ആൻഡ് ദ ഏതാ വരിക? കാരണം എവിടെയാണ് സ്ഥലം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ബീച്ച് അല്ലേ, അതുകൊണ്ട് ദ ബീച്ച്. ദ ബീച്ച് എന്നാണ്. ഇത് കറക്റ്റ് ആണ് കേട്ടോ. ഹി ഈസ് മൂവിങ് ടു ഡാഷ് USA. അവര് പോയിക്കൊണ്ട് മൂവിങ് ആണ് ടു USA. USA ദ USA. അതായത് അവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഏത് സ്ഥലത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് പറയുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ദ എന്ന് യൂസ് ചെയ്തത്. അപ്പൊ അവിടെ USA എന്ന് കൊടുക്കാതെ ട്രാവലിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ പ്ലെയിനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ എന്താ വരിക? നീ ആ സെന്റൻസ് ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. ഞാനിപ്പോ പറഞ്ഞ സെന്റൻസ് ആണോ അതിന് ഫർസാനന്റെ സെന്റൻസ് ആണോ? ഡൗട്ട് ചോദിച്ചത് അതല്ല, അവിടെ സ്ഥലമല്ലേ പറഞ്ഞത്. അതിന്റെ പകരം ഏതെങ്കിലും അതായത് യാത്ര ചെയ്യുന്ന ഏതെങ്കിലും എന്താ പറയാ പ്ലെയിനോ അല്ലെങ്കിൽ ട്രെയിനോ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റില്ലേ? കൊടുക്കാലോ, കൊടുക്കാം. അതന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇതിന്റെ പേരാണെങ്കിൽ അത് എന്തിന്റെയാണ്. നമ്മളിപ്പോ സ്ഥലങ്ങളുടെ വേണമെന്നൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഒരു പേനയാണെങ്കിൽ കൂടി അത് കുറെ പേനകളിൽ നിന്നും നമ്മളൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പേനയെ മാത്രമാണ് ഉദ്ദേശിക്കണമെങ്കിൽ ആ ഉദ്ദേശം ഞാൻ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും മനസ്സിലായി, അത് ഇന്നതാണ്, സ്പെസിഫിക് ആയിട്ട് ഒരു പ്രത്യേകപരമായിട്ടുള്ളതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇതാ യൂസ് ചെയ്യാം. മനസ്സിലായോ? അത് ഓരോ സാഹചര്യത്തിനനുസരിച്ചിരിക്കും ഓരോ എവിടെയാണ് ഇതാ ചേർത്തേണ്ടതെന്നുള്ളത്. എന്തുമാകട്ടെ അതൊരു സ്പെസിഫിക് ആകണമെങ്കിൽ അത് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു പ്രത്യേകമായിട്ടുള്ള അത് കേൾക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവും, ഇന്ന ഇത്രയും ഇതിന്റെ ഇടയിൽ നിന്ന് ഇതാണ് അവർ ഉദ്ദേശിച്ചെന്നുള്ളത്. എന്നിട്ട് അത് എടുത്തിട്ട് അത് കൊടുക്കുമ്പോൾ അത് പറയുന്ന ആളും കേൾക്കുന്ന ആൾക്കും ഓക്കെ ആണെങ്കിൽ ആ സ്ഥലത്താണ് നമ്മൾ ഇതാ യൂസ് ചെയ്യുക. ഇപ്പൊ നമ്മള് കൂടുതലായിട്ടും സ്ഥലം കൺട്രീസ് വരുമ്പോ ഇതാ യൂസ് ചെയ്യുക. ബീച്ച്, അതേപോലെ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥലം, അങ്ങനെ പിന്നെ മൂണ്, സണ്ണ്, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇതാ യൂസ് ചെയ്യാം. സിറ്റി, ഹിൽ, ഓഷ്യൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതാ യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ പറയട്ടെ. കഴിഞ്ഞോ?
കൺക്ലൂഡ് ചെയ്യാം. കൺഫ്യൂഷൻ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു മൊത്തത്തില്, അല്ലേ? ആണോ? അതെ. അല്ല, ദ യൂസ് ചെയ്യണതിൽ കുറച്ച് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. ദായ് ആൻഡ് എ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും യൂസ് ചെയ്തുകൊണ്ട് ചില സ്ഥലത്ത് മിസ്റ്റേക്ക് വരില്ല. അതാദ്യം മനസ്സിലാക്കാം. ചിലപ്പോ രണ്ട് യൂസ് ചെയ്യാനും പറ്റും. മനസ്സിലായോ? ഇനി ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ എം ഗോയിങ് സ്കൂൾ എന്നും പറയാം, ഐ എം ഗോയിങ് ടു സ്കൂൾ എന്നും പറയാം. പറ്റില്ലേ? ഐ എം ഗോയിങ് ടു സ്കൂൾ, ഐ എം ഗോയിങ് ടു ദ സ്കൂൾ എന്നും പറയാം. രണ്ടിന്റെ വ്യത്യാസം എന്താ? പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പ്രത്യക്ഷത്തിലായിട്ട് അടുത്ത് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. ശരിയല്ലേ? നമ്മൾ ഡെയിലി പോയിക്കൊണ്ടിരിക്കുന്ന സ്കൂളാണെങ്കിൽ നമുക്ക് ഐ എം ഗോയിങ് ടു സ്കൂൾ എന്ന് പറയാം. എന്റെ സ്കൂളിലേക്കാണ് ഞാൻ പോകുന്നത്. മനസ്സിലായോ? പക്ഷെ അല്ല, ഇനിയിപ്പോ എന്റെ സ്കൂളിലേക്കല്ല ഞാൻ പോകുന്നത്, വേറെ സ്കൂളിലാണെങ്കിൽ ഐ എം ഗോയിങ് ടു സ്കൂൾ എന്ന് പറയാം. മനസ്സിലായോ? അല്ലെങ്കിൽ ആ സ്കൂളിന്റെ പേര് കൂടി വെച്ചിട്ട് പറയുകയാണെങ്കിലോ, അപ്പൊ പെട്ടെന്ന് പ്രത്യേകമായിട്ട് അറിയും. അങ്ങനെയും വേണമെങ്കിൽ പറയാം, കുഴപ്പമൊന്നുമില്ല. ആകെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയല്ലേ? ഇത് രണ്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടും തെറ്റൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലേക്കാണ് പോണെങ്കിലും ഐ എം ഗോയിങ് ടു സ്കൂൾ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ദാ ചേർക്കുമ്പോൾ അത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, എന്തിനെയോ അത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. എ ആണെങ്കിൽ അങ്ങനെയല്ല, ഏതെങ്കിലും ആണ്. മനസ്സിലായോ? അതാണ് ഞാൻ പേന വെച്ചിട്ട് എക്സാമ്പിൾ പറഞ്ഞത്. ഗിവ് മി ദ പെൻ എന്ന് പറയുമ്പോ എനിക്ക് ആ പേനയാണ് ഞാൻ തന്ന, ഏത് പേനയാണോ ഞാൻ നിങ്ങൾക്ക് തന്നത് ആ പേനയാണ് എനിക്ക് ഞാൻ ചോദിക്കുന്നത്. ഗിവ് മി ദ പെൻ അല്ലെങ്കിൽ ഗിവ് മി ദ ബുക്ക്. ഓക്കെ, സോ അത് തന്നെ എനിക്ക് വേണം എന്നാണ് ഞാൻ പറയുന്നത്. അത് ഇപ്പൊ നോർമലി ഇത് ആർട്ടിക്കിളിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ആർട്ടിക്കിളിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് വിചാരിക്കും. അയാളോട് ഗിവ് മി ദ പെൻ എന്ന് പറഞ്ഞാല് അയാൾ ഏതെങ്കിലും പേൻ എടുത്ത് തരും. മനസ്സിലായോ? അത് നമുക്ക് അറിയാം, ഇപ്പൊ അറിയാം ദ ആൻഡ് എ എന്തുകൊണ്ടാണ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടിയത് കൊണ്ട് നമ്മൾ ആ രീതിയിലായിരിക്കും ചോദിക്കാം ഇനി മുതൽ. മനസ്സിലായി? ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല. നമ്മള് നോർമലി നമ്മൾ ചോദിക്കുന്ന ചോദ്യം അതൊക്കെ തന്നെയായിരുന്നു. ഗിവ് മി ദ പെൻ എന്ന് തന്നെയാണ് ചോദിക്കുക, അല്ലെ? ഗിവ് മി എ പെൻ എന്ന് ചോദിക്കുന്നത് ഗിവ് മി ദ പെൻ എന്ന് ചോദിക്കുന്നത് ഒന്നാണ് എന്നാണ് നമ്മൾ ഇതുവരെയും വിചാരിച്ചിരുന്നത്. ശരിയല്ലേ? പക്ഷെ അങ്ങനെയല്ല, ദ എന്ന് പറയുമ്പോൾ ഇത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഇനി ചോദിക്കുകയാണ് ഗിവ് മി എ പെൻ, ഏതെങ്കിലും ഒരു പേന ഇതാ. അതാണ് ആ ചോദ്യത്തിന് മീനിങ് വരുന്നത്. ഏതെങ്കിലും ഒരു പേന മതി, എന്നെ പേന എന്നൊന്നുമില്ല, ഏതായാലും ഒരു പേന മതി. ഗിവ് മി എ പെൻ. ഇതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് ചെലവ് വേണ്ട കേട്ടോ. ഈ ഒരു പോർഷന് വേണ്ടി ഒരുപാട് ആലോചിക്കേണ്ട. സിമ്പിൾ ആണ്. വർക്ക് ടെസ്റ്റ് കൂടെ അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യാത്ത സ്ഥലങ്ങളുണ്ട്. മനസ്സിലായോ? ആർട്ടിക്കിൾ ആവശ്യമില്ല, ചില സ്ഥലങ്ങളൊന്നും ആർട്ടിക്കിൾ ആവശ്യമേ ഇല്ല. അത് ഞാൻ പറഞ്ഞുതരാം. മേ ബി അടുത്ത ക്ലാസ്സിൽ കോൺകട എടുക്കുന്ന ടൈമിൽ ഞാൻ അത് പറഞ്ഞുതരാം. ഓക്കെ, ഏകദേശം ക്ലിയർ ആയോ? ഇപ്പോ നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ, കുറെ കാര്യങ്ങൾ മനസ്സിലാവും. എവിടേക്കാണ് ആർട്ടിക്കിൾ, എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്, എ എവിടെയാണ്. പിന്നൊരു കാര്യം, ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല, എന്നാലും നമ്മൾ എ അല്ല കേട്ടോ, പ്രൊണൗൺസിയേഷൻ തെറ്റാണ്. അത് ഞാൻ കോണ്ടിക്സ് എടുക്കുന്ന ടൈമിൽ ഇതൊക്കെ പറഞ്ഞുതരാം. എ ആൻഡ് ഇങ്ങനെയല്ല പറയാം, വ്യത്യാസം ഉണ്ട് കേട്ടോ. ദ അല്ല പറയേണ്ടത്. ഇതൊക്കെ കോണ്ടിക്സ് എടുക്കുന്ന ടൈമില് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഇവിടെ ഇതെല്ലാം വായിച്ചു നോക്കണം കേട്ടോ. ടെക്സ്റ്റിൽ എല്ലാരും ഒമിഷൻ ഓഫ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, ഇതെല്ലാം വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾ കുറച്ച് ഏകദേശം ഒരു ധാരണ കിട്ടും എങ്ങനെയൊക്കെയാണ്. ഇനി ഒരെണ്ണേ ഉള്ളൂ എങ്കിൽ, ഇപ്പൊ മൂൺ, ദ മൂൺ എന്നാ പറയാ. ഒരെണ്ണേ ഉള്ളൂ നമുക്കത്, ദ മൂൺ. ഒരിക്കലും സ്റ്റാർസിന് നമ്മൾ പറയോ ദ സ്റ്റാർസ് ആണോ? ഒരെണ്ണേ ഉള്ളൂങ്കിൽ ദ മൂൺ ആണ്. ഒരെണ്ണേ ഉള്ളത് ദ മൂൺ, ദ സൺ. കേട്ടിട്ടുണ്ടോ? അങ്ങനെയാ നമ്മൾ പറയാ പൊതുവെ. ഇനി അപ്പൊ ഇതൊക്കെ വായിക്കുക. 15 ഓപ്ഷൻസ് ഇവിടെ പറയുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് വായിക്കുക. പിന്നെന്താണ്, അങ്ങനെ ഒരുപാട്
എന്താണ് അത്രയും കാര്യമായിട്ട് ആർട്ടിക്കിൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൽ നിന്ന് ചിലപ്പോൾ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനേ ചാൻസ് ഉള്ളൂ. അത് വരുന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയായിരിക്കും വരാം. എക്സസൈസ് നോക്കും നിങ്ങളെ ഇതേപോലെ ആയിരിക്കും വരാം. ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റും നോക്കി. ബെൽജിയം ഈസ് Dutch European country. എന്തായിരിക്കും വരാം? And European country. And European country. And European ആണോ? A European country അല്ലേ? A അല്ലേ European country? എന്തായിരിക്കും വരാം? ആൻ അല്ല വരിക, എ ആണ് വരിക. യൂറോപ്യൻ എന്ന് പറയുമ്പോ യാ എന്നുള്ളത് കൺസണൻസിൽ വരുന്നതല്ലേ? അതിന് എ തന്നെ പറഞ്ഞത്. അതിന്റെ കൺഫ്യൂഷൻ മീനിങ് വേണ്ട അറിയാ, പിന്നെ നമുക്ക് അവിടെ സംശയം വേണ്ട. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് ആലോചിക്കുക. ഞാനത് പറഞ്ഞു തരാം കേട്ടോ. നെക്സ്റ്റ് വായിച്ചേ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ പറഞ്ഞേ. ടൈം കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. എന്തായാലും അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ വായിക്കൂ. വായിച്ച ആൻസർ പറയൂ. മിണ്ടുന്നില്ല. ഞാൻ തന്നെ വായിക്കണം. വെരി ഗുഡ്, ഞാൻ വായിക്കാം. Honorary president is one who is not paid for his services. And honorary ആണ്, എളുപ്പമാണല്ലോ അത്. ഓക്കെ, ഇനി dash cow gives us അത് വായിക്കൂ. A cow gives us a milk. Sorry, the milk അല്ലേ മിസ്സേ? A cow gives the milk. അവിടെ a or an ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. യൂസ് a or an where necessary in the following sentences. A cow gives us, അവിടെ ഒന്നും വേണമെന്നില്ലല്ലോ. A cow gives us milk എന്ന് പറഞ്ഞാൽ മതി. അവിടെ a and an എന്തിനാ ആവശ്യമൊന്നുമില്ല. കൺഫ്യൂസിങ് ഞങ്ങൾ ചോദിക്കോട്ടോ. ആർട്ടിക്കിൾ ഇല്ലാത്ത പ്ലേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. Gold is a precious dash gold is a precious metal. ക്വസ്റ്റ്യൻ വരുമോ? നമ്മള് എഴുതണ്ടാത്ത ആർട്ടിക്കിളിന്റെ അങ്ങനെ ക്വസ്റ്റ്യൻ വരാം അല്ലേ? അങ്ങനെ വരുമ്പോഴാണ് പണി പാളുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ ഒന്നും എഴുതണ്ട, നോം എഴുതണോ? നോം എഴുതണം അല്ലേ? ഓക്കെ ഓക്കെ. dash gold is a metal. ഇതാന്നല്ലേ വരിക? The gold is a metal. ഇവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല കേട്ടോ. ഗോൾഡ് ഇസ് എ മെറ്റൽ, ദാറ്റ്സ് ഓൾ. ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല കേട്ടോ. ഓക്കെ, ഇനി റിട്ടേൺ വരാം. ബെൽജിയം ഈസ് ഡാഷ് യൂറോപ്യൻ കൺട്രി. എന്തായിരിക്കും വരാം? ആർട്ടിക്കിൾ ഇല്ല. A European country. എ അല്ലേ? A European country. എ ആണ് കേട്ടോ. ബെൽജിയം ഈസ് എ യൂറോപ്യൻ കൺട്രി. ബെൽജിയം ഒരു യൂറോപ്യൻ കൺട്രി ആണ്. ബെൽജിയം ഈസ് എ യൂറോപ്യൻ കൺട്രി എന്നാ പറയുന്നത് കേട്ടോ, ആൻ അല്ല. ഓക്കെ, ഷീസ് ഡാഷ് യൂറോപ്യൻ എന്നാണെങ്കിൽ ഏതന്നെയല്ലേ വരിക? യൂറോപ്യൻ എന്ന് പറയുമ്പോ എന്നല്ലേ വരിക? യൂറോപ്യൻ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി എക്സസൈസ് പിന്നെ ചെയ്യാം, ടൈം പോയി. അപ്പൊ ആർട്ടിക്കിൾ ഇനിയും ഡൗട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്, ആണോ? ചില ക്വസ്റ്റ്യൻ വരുമ്പോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. ക്വസ്റ്റ്യൻ വരുമ്പോ ഡൗട്ട് തോന്നുന്നുണ്ട്. അത് ഇപ്പോ നിങ്ങള് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആൽഫബറ്റ്സ് അല്ലെ, ആൽഫബറ്റ്സില് കോൺസണൻസ് വവൽസ് വെച്ച് പഠിച്ചതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അത്. അല്ലാത്ത രീതിയിൽ നമ്മൾ ഇപ്പൊ നോർമലി നമുക്ക് അറിയാത്ത സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, അതൊക്കെ ചിലപ്പോ ചില സമയങ്ങൾ കറക്റ്റ് ആയിട്ട് വരും.
മനസ്സിലായോ? എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ആർട്ടിക്കിൾ ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്യാം. കുറച്ചൊരു കാര്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ്. കുറച്ച് എക്സസൈസും കൂടെ നോക്കിയിട്ട് വരാം. അതോടുകൂടി ക്ലിയർ ആയിക്കോളും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. പെട്ടെന്ന് ക്ലാസ് തീർക്കേണ്ട ആവശ്യമുണ്ട്. അധികമൊന്നുമില്ല. ആർട്ടിക്കിൾ കോൺവേർഡ് ആണ്. കോൺവേർഡ് ഇമ്പോർട്ടന്റ് ആയ കോൺവേർഡ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഉള്ളത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് വളരെയധികം സിമ്പിൾ ആണ്, പറഞ്ഞുതരാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ. സൈനോട്ട് പറയുമെന്നാലേ മൈൻഡ് അപ്പ് ചെയ്യാം. അതിന് മുൻപ് എല്ലാവരും ആർട്ടിക്കിൾ ഒന്നുകൂടെ നോക്കണം കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ വരുന്നേക്കാളും മുൻപ് എല്ലാവരും നിങ്ങളുടേതായ രീതിയിൽ ആർട്ടിക്കിൾ എന്താണ് എന്നൊന്ന് പഠിച്ചിട്ട് വരാം. നോക്കിയിട്ടെങ്കിലും വരാം കേട്ടോ. എല്ലാവരും നിങ്ങളുടേതായ വേർഷൻ നിങ്ങൾ നോക്കിയിട്ട് വരാം. റെഫർ ചെയ്യാം മാക്സിമം. ഓക്കെ, ക്ലാസ് അധികം നമുക്ക് കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇനിയിപ്പോ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ നോക്കിയിട്ട് വരും. ഞാനും പറയാം. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ആ ഒരു ക്ലാസ്സിൽ പെട്ടെന്ന് ഒരു 15 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ആർട്ടിക്കിൾ ഒന്ന് പറഞ്ഞു തീർക്കാം. ഓക്കെ, നമുക്ക് വല്ലാതെ ടൈമും ഇല്ല. അതിന്റെ കൂടെ മഴയൊക്കെ ആവുമ്പോഴേ ക്ലാസ് എപ്പോഴാണ് ഉണ്ടാവാൻ പറ്റാത്തതെന്ന് അറിയില്ലല്ലോ. ക്ലാസ്സിനിപ്പോ അറിയില്ല, നമുക്ക് നെറ്റ് ഇഷ്യൂസ് വരാം, ടെക്നിക്കൽ ഇഷ്യൂസ് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ തന്നെയല്ലേ വരിക? ടീച്ചറുടെ ക്ലാസ്സിൽ ഓക്കെ. അപ്പൊ സൈനോട്ട് പറയും. Hello, my dear little kids. How are you? Fine. Today, in this chapter, we are going to learn 5 magical words. Okay? Are you ready? Yes. Let's start. If you want something, what you will say? I will say please, That's what I say. If you get something, what you will say? I will say thank you. That's what I say. If you hurt someone, what you will say? I will say sorry. That's what I do. If you want sneezing, what you will say? I will say excuse me. That's what I say. If someone say thank you, what you will say? I will say welcome. That's what I do. Thank you all. Have a wonderful day. Thank you. Okay. Thank you, teacher. Yeah. Thank you so much. See you on the next class. Okay. Thank you, Miss. Thank you, teacher. Okay, thank you. Thank you, Miss. Thank you.